സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 60 ഫ്ലോട്ടുകളും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയുണ്ട്. അൺഫിലിറ്റ്, ഈ ഘോഷയാത്ര എവിടെ എത്തി നിൽക്കുന്നു? വിവരങ്ങൾ. ഘോഷയാത്ര അശ്വിനി അല്പം മുമ്പ് ഏറെക്കുറെ സമാപനമായി കഴിഞ്ഞിരിക്കുന്നു. കിഴക്കേക്കോട്ട അതായത് മാനവീയം വീതിയിൽ നിന്ന് 4 മണിക്ക് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങി വെള്ളയമ്പലം കറങ്ങി ചുറ്റി പാളയം വഴിയാണ് കിഴക്കേക്കോട്ട, അതായത് മാനവീയം വീതിയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെയായിരുന്നു ഈ ഘോഷയാത്ര. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഇപ്പോൾ സമാപനമായിരിക്കുകയാണ്. ഘോഷയാത്രയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ആളുകൾ ഓരോരുത്തരും മനോഹരമായ ആവർണാഭമായ വിസ്മയ കാഴ്ച കണ്ട ശേഷം ജനങ്ങൾ ഓരോരുത്തരും മടങ്ങുന്ന ഒരു സമയമാണിപ്പോൾ. കിഴക്കേക്കോട്ടയിൽ അതിമനോഹരം അല്പം മുമ്പ് വരെ ഏറ്റവും മനോഹരമായ 3 മണിക്കൂറുകൾ നീണ്ടുനിന്ന മനോഹരമായ കാഴ്ചയായിരുന്നു തലസ്ഥാന നഗരം. മാനവീയം വീതി മുതൽ കിഴക്കേക്കോട്ട വരെ, വെള്ളയമ്പലം പാളയം ചുറ്റി കിഴക്കേക്കോട്ട വരെ അതിമനോഹരമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഈ തലസ്ഥാന നഗരം ഒരു നിശ്ചലമായി എല്ലാ കണ്ണുകളും ഈ മനോഹരമായ ഘോഷയാത്രയിലേക്ക് ഉടക്കി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ 3 മണിക്കൂർ. ഇപ്പോൾ ആ ഘോഷയാത്രയെല്ലാം കണ്ടതിന് ശേഷം ജനങ്ങൾ തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും മനോഹരമായ കേരളത്തിന്റെ സാംസ്കാരിക പ്രൗഢിയും തനിമയും ഒക്കെ വിളിച്ചോതി 1000-ലേറെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഓരോ വകുപ്പുകൾ അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ, സർക്കാരിന്റെ ഓരോ വകുപ്പുകളും സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളുടെ തനിമ അതിന്റെ ഒരു പ്രമേയമാക്കിയിട്ടുള്ള നിരവധി ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോ വകുപ്പുകളും പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം, സാംസ്കാരികം, കലാമേള, അതോടൊപ്പം തന്നെയും ജനകീയം, ഒപ്പം തന്നെ പോലീസിന്റെ വിവിധ വകുപ്പ്, പോലീസിലെ തന്നെ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ജയിൽ വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, എല്ലാ വകുപ്പുകളും ഓരോരുത്തരുടെയും എന്താണ് അതായത് ഓരോ വകുപ്പുകളും മുന്നോട്ട് വെക്കുന്ന അവരുടെ കാഴ്ചപ്പാടിനെ പ്രമേയമാക്കിയുള്ള ഓരോ ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. 60-ലേറെ ഫ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജാർഖണ്ഡ്, അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, തെലങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയെ അനുഗമിച്ചിരുന്നു. വളരെ മനോഹരമായിരുന്നു ഫ്ലോട്ടുകളോടൊപ്പം തന്നെ ഈ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും കേരളത്തിന്റെ ആയോധന കലകൾ ഉൾപ്പെടെയുള്ള ഓരോ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും നമ്മുടെ കഥകളി ഉൾപ്പെടെയുള്ള ക്ഷേത്രകലകളുടെ തന്നെ ഓരോ രൂപങ്ങളും ഓരോ കലാപ്രകടനങ്ങളും ഒക്കെ തന്നെ ഈ ഘോഷയാത്രയെ അനുഗമിച്ച് തന്നെ ഈ വഴികളിലൂടെ നീളം തന്നെ സഞ്ചരിച്ച് ഈ ഘോഷയാത്ര അല്പം മുമ്പാണ് ഇത് സമാപിച്ച് ഈ വഴിയിലൂടെ കടന്നു പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കിഴക്കേക്കോട്ട ഫ്ലൈ ഓവറിന് മുകളിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾ ഓരോരുത്തരും മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നു. കാരണം അത്രയേറെ എല്ലാവരും അത് ഈ 3 മണിക്കൂർ ഓരോരുത്തരും ഈ റോഡിന്റെ ഇരുഭാഗങ്ങളുമായി നിന്നാണ് ഈ കാഴ്ച കണ്ടത്. അതിനുശേഷം ഈ ടൂറിസം വകുപ്പ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി അവസാന ദിവസമാണ് ഈ ഘോഷയാത്ര നടത്തുന്നത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ രീതിയിലാണ് ഘോഷയാത്ര നടത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായിരുന്നില്ല. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ സർക്കാർ മാറ്റിവെച്ചിരുന്നു. അതിനു മുമ്പുമൊക്കെ ഈ രീതിയിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ മനോഹരമാക്കുകയാണ് ഈ ഘോഷയാത്ര. അതിന്റെ വാരാഘോഷങ്ങളുടെ സമാപനമായി ആഘോഷങ്ങളൊക്കെ തന്നെ ഓണം തുടങ്ങി അവസാനം സർക്കാരിന്റെ ഈ വാരാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനമായിരിക്കുകയാണ്. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു ഫ്ളാഗ് ഓഫ് ചെയ്തത്. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിച്ച ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 60-ലധികം ഫ്ലോട്ടുകളും അണിനിരന്നു.